നമ്മുടെ കേരളത്തിലെ പോലീസ് സേനയിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ സ്ലീപ്പർ സെല്ലുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ഒരു പോലീസ് കോൺസ്റ്റബിളിനെതിരെ ഒരു നടപടി കേരള പോലീസിന് എടുക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയുള്ള RSSന്റെ കാര്യകർത്താക്കളുടെ കൃത്യമായിട്ടുള്ള പേരുവിവരങ്ങൾ, അതിൻ്റെ എല്ലാ ലിസ്റ്റുകളും PFI നേതാക്കന്മാർക്ക് കൈമാറിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഒരു പോലീസ് കോൺസ്റ്റബിളിനെതിരെ ഒരു നടപടി എടുക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പല ആളുകളും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പോലീസ് സേനയിലുണ്ട് എന്ന് അന്ന് തന്നെ തെളിഞ്ഞതാണ്. കൂടാതെ കേന്ദ്ര അന്വേഷണ ഏജൻസി ആയിട്ടുള്ള NIA ഭാഗത്തും നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോപ്പുലർ ഫ്രണ്ടുമായി കൃത്യമായിട്ടുള്ള ബന്ധമുണ്ടെന്നും സാമ്പത്തിക ഇടപാട് വരെ ഉണ്ടെന്നുള്ള രീതിയിലേക്കുള്ള പല കാര്യങ്ങളും കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് NIA ഭാഗത്തു നിന്നുണ്ടായ ഒരു റിപ്പോർട്ടാണെന്നുള്ള രീതിയിൽ തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് സുരക്ഷിതമായിട്ട് നമ്മുടെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഈ ഭീകരവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവരെ സേനയിൽ നിന്നും മാറ്റി നിർത്താനും അവർക്കെതിരെ നടപടിയെടുക്കാനുമുള്ള ഒരു ഇച്ഛാശക്തി നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ 1% പോലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പ്രവർത്തിക്കാൻ പിണറായി വിജയൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം. പാലക്കാട് ശ്രീനിവാസൻ വധം നമ്മളെല്ലാവരും വലിയ തരത്തിൽ ഞെട്ടലോടെ കേട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു 6ഓളം പോപ്പുലർ ഫ്രണ്ടിന്റെ കില്ലർ ടീം വന്നുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ആക്രമിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം. തൽക്ഷണം അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഉണ്ടായത്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർക്ക് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട്ടെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇവർക്ക് ബിരിയാണി വാങ്ങി നൽകുന്ന അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ SDP പ്രവർത്തകരിൽ നിന്ന് കൃത്യമായിട്ട് ഇവർക്ക് ബിരിയാണി എത്തിച്ച് നൽകുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ എടുക്കുക. അതോടൊപ്പം പോലീസുകാരും ഈ ബിരിയാണി കഴിക്കുക. 4 പോലീസ് കോൺസ്റ്റബിൾമാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ ഇവർക്കെതിരെ പരാതി വന്നതാണ്. പക്ഷേ നമ്മുടെ കേരള പോലീസ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ ഒരു തരത്തിലുള്ള നടപടി എടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാത്യു സാമുൽ സാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. കേരളത്തിലെ പോലീസ് സേനയിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഇവരെ ഒരു തരത്തിലും ഇവർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഒരു രീതിയിലുമുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് ഇവർ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം വലിയ ഭീഷണിയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ച് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ച് അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ മാത്രമല്ല രാജ്യവ്യാപകമായിട്ട് ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തനത്തെ അടിവേരിറക്കുന്നതിനായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ചെയ്യുന്നു. ജമ്മു കാശ്മീരിൽ പോലും ഭീകരവാദികൾക്ക് സ്വസ്ഥമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അവരുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെ പൂർണ്ണമായിട്ടും ജയിലിൽ അടക്കുന്ന തരത്തിലേക്കുള്ള വിഷയങ്ങൾ ചെയ്യുന്നു. ഇവർക്ക് സാമ്പത്തികം വരുന്ന എല്ലാ സ്രോതസ്സുകളും അടക്കുക, അല്ലെങ്കിൽ സാമ്പത്തികം നൽകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവരെ കൂടി നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് രാജ്യസുരക്ഷയ്ക്ക് ഏറ്റവും വലിയ പരിഗണന, ഒരു പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യം. പക്ഷെ തിരിച്ച് നമ്മുടെ കേരളത്തിലേക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ആഭ്യന്തരം അല്ലെങ്കിൽ ഈ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പൂർണ്ണമായിട്ടും പിണറായി വിജയനാണ്, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇവരാരും തന്നെ ഒരു രീതിയിലുമുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നടപടികളും ഈ NIA വലിയ തരത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഭീകരവാദ വേട്ട അല്ലെങ്കിൽ PFI എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ മുഴുവനും രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാർ ഇതിൽ കൃത്യമായിട്ടുള്ള മൗനം നടിച്ചുകൊണ്ട് തന്നെ പോവുകയാണ്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട സമയത്ത് അതിന് തൊട്ട് മുന്നോടിയായിട്ട് ഒരാഴ്ചക്ക് മുന്നേ ഇവരുടെ നേതാക്കന്മാരെ എല്ലാവരും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഏകദേശം 2022 സെപ്റ്റംബർ മാസം 20-ാം തീയതിയോട് കൂടിയിട്ടാണ് ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അവരുടെ ഏകദേശം പ്രധാനപ്പെട്ട സംസ്ഥാന ദേശീയ നേതാക്കന്മാരെല്ലാവരെയും NIA സംഘം ആയുധങ്ങളുമായി വന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സേനയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സുരക്ഷയോടുകൂടി തന്നെ ഇവന്മാരെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം
സംസ്ഥാന വ്യാപകമായിട്ട് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഒരു വലിയ രീതിയിലുള്ള ഒരു ഹർത്താൽ ഉണ്ടായിരുന്നു. ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ രാജ്യം ഇന്നേ വരെയും കാണാത്ത തരത്തിലേക്കുള്ള അക്രമ സംഭവങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ടായി. ഏകദേശം 5000 കോടിക്ക് മുകളിൽ നഷ്ടമുണ്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാകുന്ന രീതിയിലേക്കുള്ള വലിയ രീതിയിലുള്ള ഒരു അക്രമ പരമ്പരകൾ ഈ ഭീകരവാദ ഗ്രൂപ്പുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. അപ്പോൾ ഇതിൽ ഒരു നടപടി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഒന്നും ഉണ്ടായില്ല. അവസാനം നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയ വലിയ രീതിയിൽ രൂക്ഷമായിട്ടുള്ള വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനെ കുത്തിന് പിടിച്ച് നടപടി എടുപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത്. ഈ 5 കോടി 10 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെക്കാതെ ഒരു കാരണവശാലും ഇതിൽ പ്രതികളായിട്ടുള്ള PFIക്കാരെ ജാമ്യം അനുവദിക്കില്ല എന്നുള്ള രീതിയിലുള്ള കടുത്ത തീരുമാനത്തിലേക്ക് വരെ എത്തി. പക്ഷേ എന്നിട്ട് പോലും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള അനാസ്ഥയുണ്ടായി എന്നുള്ളതിൽ യാഥാർത്ഥ്യമാണ്. അവസാനത്തെ ഘട്ടമാണ്, ഒരു 2 മാസങ്ങൾക്ക് ശേഷമാണ് PFIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സത്താറിനെ പോലെയുള്ള ആളുകളുടെ വീട് പോലും അറ്റാച്ച് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, അങ്ങനെ ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാരിന് മാറേണ്ടി വന്നത്. ഒരു രീതിയിലും നമ്മൾ ഇവരുടെ എല്ലാം ഒരു പ്രവർത്തന സംവിധാനം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഭീകരവാദ ഗ്രൂപ്പുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾക്ക് എതിരെ ഒരു വലിയ രീതിയിലൊരു സംവിധാനം ഒരുക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള വിഷയം. ഇത് നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയമൊക്കെ പരിശോധിച്ചാൽ, ഇപ്പോൾ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് SDP-യുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് പറയാനുള്ള ഒരു കപ്പാസിറ്റി കാണിക്കാൻ പോലും അവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശദീകരണം കൊടുക്കാനും തയ്യാറായിട്ടില്ല. ഇതേ സാഹചര്യം തന്നെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് 2021 നടന്നപ്പോൾ BJPയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന നേമം മണ്ഡലത്തിൽ SDP പരസ്യമായിട്ട് LDFനെ പിന്തുണക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഞങ്ങൾക്ക് 10,000-ഓളം വോട്ടുകളുണ്ട് നേമം മണ്ഡലത്തിൽ, അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ LDFനെ പിന്തുണക്കും, BJPയോടെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് SDP-യുടെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ആ ഒരു വോട്ടിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJPയോടെ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ചില മണ്ഡലങ്ങളിൽ ഇവർക്ക് ലഭിക്കുന്ന ഇവരുടെ വിജയങ്ങൾ നിർണ്ണയിക്കുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ശേഷിയിലേക്ക് ഇവിടെയുള്ള ഈ മതമൗലികവാദ സംവിധാനമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടും SDP മാറി. അപ്പോൾ അതുകൊണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കാണുന്നത്. അപ്പോൾ അതേ സംവിധാനം തന്നെയാണ് നമ്മുടെ സേനയുടെ ഉള്ളിൽ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പോലും ഈ പറയുന്ന ചില ആളുകൾ മാത്രം, എല്ലാവരെയും നമ്മൾക്ക് അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല, ചെറിയ ഒരു ശതമാനം ആളുകളാണെങ്കിൽ പോലും ഇവരുടെ പ്രവർത്തനം പോലീസ് സേനയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു. കൃത്യമായിട്ടുള്ള നടപടി എടുക്കാനായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ പോലീസ് വകുപ്പോ ഇന്നേ വരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെ. പക്ഷേ നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായിട്ടുള്ള നിലപാടുമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു സംശയമില്ല. വരാനിരിക്കുന്ന നാളുകളിൽ പോലീസിനുള്ളിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ഇതുപോലെയുള്ള ബന്ധങ്ങളുള്ള ഈ തീവ്രവാദ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ NIAയുടെ ഭാഗത്തും കേന്ദ്രത്തിൻ്റെ ഭാഗത്തും ഉണ്ടാകും എന്ന് തന്നെ നമ്മൾക്ക് പൂർണ്ണമായിട്ടും നമ്മൾക്ക് ഈ ഒരു വിഷയത്തിൽ വിശ്വസിക്കാവുന്നതാണ്.